തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെയും അതിന്റെ പോഷക സംഘടനകളായ റീഹാബ് ഫൗണ്ടേഷൻ, ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ, നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, നാഷണൽ വിമൻസ് ഫ്രണ്ട്, ജൂനിയർ ഫ്രണ്ട്, എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ, റീഹാബ് ഫൗണ്ടേഷൻ കേരള എന്ന 8 സംഘടനകളെയും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ഭീകരബന്ധത്തിന്റെയും അക്രമങ്ങളുടെയും സാമ്പത്തിക തട്ടിപ്പുകളുടെയും പേരിൽ കേന്ദ്ര സർക്കാർ 2022 സെപ്റ്റംബർ 28 പുലർച്ചെ നിരോധിച്ചു. ഈ മാസം 22-നും 27-നും വിവിധ സംസ്ഥാനങ്ങളിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ ദേശീയ സുരക്ഷാ ഏജൻസികൾ പൊടുന്നനെ റെയ്ഡ് ചെയ്യുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ എന്തോ അന്തരീക്ഷത്തിൽ തയ്യാറാകുന്നു എന്ന സംശയം പടർന്നിരുന്നു. ഉത്തർപ്രദേശ്, കർണാടക, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. നിരോധനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള UAPA ട്രൈബ്യൂണലിന്റെ അനുമതിക്ക് പോലും കാത്തു നിൽക്കാതെയാണ് കേന്ദ്ര സർക്കാർ തങ്ങൾക്കുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് നിരോധനം പ്രഖ്യാപിച്ചത്. നിരോധിക്കാതിരുന്നാൽ വിധ്വംസക പ്രവർത്തനങ്ങൾ തുടരുകയും നാട്ടിലെ പൊതുസമാധാനവും ഭരണഘടനാ രീതിയും തകരും എന്ന് സർക്കാർ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ നിരോധന വാർത്ത അറിഞ്ഞ ഉടനെ പോപ്പുലർ ഫ്രണ്ട് പിരിച്ചുവിട്ടതായി ഫ്രണ്ടിന്റെ കേരള സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സത്താർ സോഷ്യൽ മീഡിയയിൽ പ്രസ്താവന ഇറക്കി. ഭാരതത്തിൽ ആദ്യമായിട്ടല്ല ഒരു സംഘടന നിരോധിക്കപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിരോധിക്കപ്പെട്ടത് RSS ആണ്. 1948-ൽ ഗാന്ധിജിയുടെ വധത്തെ തുടർന്ന് സംഘടന നിരോധിക്കപ്പെട്ടു. 1.5 വർഷത്തിന് ശേഷം നിരോധനം പിൻവലിച്ചു. 1975-ൽ അടിയന്തരാവസ്ഥ കാലത്തും 1992-ൽ ബാബറി മസ്ജിദ് പൊളിച്ച ശേഷവും RSSനെ സർക്കാർ നിരോധിച്ചു. 1948-ൽ നാട്ടിൽ സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്ന കൽക്കത്ത തീസിസിനെ തുടർന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും നിരോധിച്ചു. ഈ നിരോധനങ്ങളെല്ലാം ഏർപ്പെടുത്തിയത് കോൺഗ്രസ് സർക്കാർ ആയിരുന്നു. ഭാരതത്തെ ഇസ്ലാമിക ഭൂമിയാക്കുന്നതിനായി അഥവാ ദാറുൽ ഉൽ ഇസ്ലാം ആക്കുന്നതിനായി ആദ്യമായി രൂപം കൊണ്ടത് സിമി എന്ന ചുരുക്കപ്പേരുള്ള സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയാണ്. പാകിസ്ഥാനുമായി പോയവരിൽ ബാക്കി കിടന്നവർക്ക് ഭാരതം ഒരു മുസ്ലിം രാഷ്ട്രമാക്കണമെന്ന ആശയം കിട്ടിയത് 1977 ഏപ്രിലാണ്. ഉത്തർപ്രദേശിലെ അലിഗഡിൽ അവർ അതിനായി സ്ഥാപിച്ച സംഘടനയാണ് സിമി. നിർബന്ധിത മതമാറ്റവും അക്രമവും ശൈലിയാക്കിയ അവരെ 2001-ൽ അമേരിക്കയിൽ സെപ്റ്റംബർ 11 നടന്ന വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ തുടർന്ന് നിരോധിച്ചു. എന്നാൽ 2008 ഓഗസ്റ്റിൽ സ്പെഷ്യൽ ട്രൈബ്യൂണൽ നിരോധനം നീക്കി. എന്നാൽ 2008 ഓഗസ്റ്റ് 6-ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ KG ബാലകൃഷ്ണൻ പുറപ്പെടുവിച്ച വിധിയിലൂടെ നിരോധനം പുനഃസ്ഥാപിച്ചു. 5 വർഷം വെച്ച് നിരോധനം നീട്ടുകയാണ്. 2019 ഫെബ്രുവരിയിൽ BJP സർക്കാർ നിരോധനം നീട്ടിക്കൊണ്ട് ഒടുവിൽ ഉത്തരവായി. 2047-ൽ ഇന്ത്യയെ ഇസ്ലാമിക് രാജ്യമാക്കുവാൻ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു വന്ന പ്രസ്ഥാനമാണ് ഇപ്പോൾ നിരോധിക്കപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടും അനുബന്ധ സംഘടനകളും. നിരോധിക്കപ്പെട്ട സിമിയുടെ നേതാക്കൾ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനും നേതൃത്വം കൊടുക്കുന്നത്. സിമിയുടെ സ്ഥാപകൻ പ്രസിഡന്റ് ആയിരുന്ന അബൂബക്കറാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും സ്ഥാപക ചെയർമാൻ. ME അബ്ദുറഹ്മാൻ, പ്രൊഫസർ P കോയ തുടങ്ങിയ സിമിയിലെ നേതാക്കളാണ് ദേശീയ നേതൃത്വത്തിൽ ഉള്ളവരും. സിമിയുടെ കാലത്തേക്കാൾ എത്രയോ അധികം യുവ മുസ്ലിമുകളുടെ മനസ്സിൽ തീവ്രവാദം കോരിയിടുവാനും അവരെ എന്തിനും മടിക്കാത്ത കേഡറാക്കുവാനും പോപ്പുലർ ഫ്രണ്ടിനായിട്ടുണ്ട്. മുസ്ലിമുകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ മാത്രമല്ല, സച്ചാർ കമ്മീഷനെ വെച്ച് പഠിപ്പിച്ച പ്രത്യേക ആനുകൂല്യങ്ങൾ നേടാനുമായി. ഭരണകൂടത്തിൽ നിന്നും ഏറെ ആനുകൂല്യങ്ങൾ അവർ നേടി. ന്യൂനപക്ഷാവകാശങ്ങൾ ഏതാണ്ട് മുഴുവൻ തനിയെ അനുഭവിച്ചു. തിരഞ്ഞെടുപ്പിൽ പ്രത്യേക സീറ്റുകൾ വരെ ചോദിച്ചു നോക്കി. അതിൻ്റെ എത്രയോ തെളിവുകൾ കേരളം കണ്ടു. 23-ന് നടന്ന ഹർത്താലിനേക്കാൾ പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം വന്ന അന്ന് ഇടുക്കിയിൽ നടന്ന പ്രതിഷേധ പ്രകടനമാണ് തെളിവ്. അതിലുണ്ടായിരുന്ന 9 പേരിൽ ഒരാൾ 10 വയസ്സിൽ താഴെയുള്ള കുട്ടിയായിരുന്നു. ആലപ്പുഴയിൽ മറ്റു മതസ്ഥരെ പേടിപ്പിക്കുന്ന മുദ്രാവാക്യം മുഴക്കിയതും ഒക്കെ തീരുന്ന ഒരു കുട്ടിയായിരുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന നല്ല കാര്യമായി ജിഹാദ് വ്യാപകമായി പഠിപ്പിക്കപ്പെടുന്നു.
ജിഹാദിനായി മരിക്കുന്നതിനും മതത്തിനു വേണ്ടി കൊല നടത്തുന്നതും എല്ലാം മഹനീയ കൃത്യങ്ങളായി പഠിപ്പിക്കപ്പെടുന്നു. ഇത്തരം ഭൗതിക പരിശീലനവും ഒപ്പം ആയുധ പരിശീലനവും കിട്ടിയ കേഡറുകളെ സംഘടന നിരോധിച്ചതുകൊണ്ട് മാത്രം ഇല്ലാതാക്കാനാകില്ല. മുസ്ലിം യുവാക്കളിൽ വ്യാപകമായി പടരുന്ന ഒരു വിഷ വൈറസാണിത്. ഇതിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ നിരോധനത്തിന് മാത്രം കഴിയില്ല. വാളെടുക്കുന്നവൻ വാളാൽ ജയിക്കുകയല്ല, നശിക്കുകയാകും ചെയ്യുകയെന്ന് ബോധ്യപ്പെടുത്താനാവാതെ തീവ്രവാദം ഇല്ലാതാവുകയില്ല. മതമോ ജാതിയോ സമ്പത്തോ നോക്കാതെ, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കാതെ, ബോധ്യം കൊടുക്കാതെ തീവ്രവാദികളെ രക്ഷിക്കാനാകില്ല. പോപ്പുലർ ഫ്രണ്ട് നിരോധനം കൊണ്ട് കുറെ പേരെ ജയിലിലടയ്ക്കാനും സംഘടനയുടെ പക്കലുള്ള കുറെ ആയുധങ്ങൾ പിടിച്ചെടുക്കാനും അന്യായമായി കൊണ്ടുവന്ന കുറെ പണം പിടിച്ചെടുക്കാനും കഴിഞ്ഞേക്കാം. ഒരു പരിധി കൂടി കഴിഞ്ഞാൽ പിടികൂടിയവരിൽ കുറെ പേരെ തീവ്രവാദികളായി പ്രഖ്യാപിക്കാം. ആഗോള തലനിരോധനം വരെ ഏർപ്പെടുത്താം. പക്ഷെ അതുകൊണ്ടും തീവ്രവാദം തീരില്ല. ആയുധങ്ങൾ ഇനിയും കിട്ടും, പണവും കിട്ടും. കേരള സർക്കാർ 2012 ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം അനുസരിച്ച് ഇവർ പ്രതികളായ 27 കൊലപാതകങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു. ഇരകൾ മിക്കവാറും RSSകാരോ BJPക്കാരോ ആയിരുന്നു. 2014 കേരള സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം അനുസരിച്ച് 27 കൊലപാതക കേസുകളിലും 86 വധശ്രമ കേസുകളിലും 106 വർഗീയ കലാപങ്ങളിലും ഈ സംഘടനയുടെ പ്രവർത്തകർ പ്രതികളാണ്. അവരിൽ ഒരാളായ അബിദ് ഫഷ 6 കൊലപാതക കേസിൽ പ്രതിയാണ്. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തന ശൈലിയുടെ സാക്ഷ്യങ്ങളാണ് ഈ കണക്കുകൾ. മനുഷ്യാവകാശം പോലുള്ള നല്ല പദങ്ങൾ ഉപയോഗിച്ച് സ്വമനസ്സുകളെ കെണിയിൽ വീഴ്ത്തുന്നത് പോലെ പ്രണയമടക്കമുള്ളവ കുരുക്കാക്കി ക്രൈസ്തവ യുവതികളെ മതം മാറ്റുവാൻ ഗൂഢനീക്കങ്ങൾ നടത്തി. ഇങ്ങനെ നടക്കുന്നുവെന്ന് പറയാൻ പോലും മുഖ്യധാര മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ സമ്മതിക്കാത്ത വിധം സാമൂഹിക അന്തരീക്ഷം തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ പ്രീണനവും ഭീഷണിയും അടക്കമുള്ള എല്ലാ തന്ത്രവും ഉപയോഗിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് നിലകൊള്ളുന്നത് ഭാരതത്തിൽ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന കിട്ടാനാണെന്ന് പറയുന്നു. അതേ നാവിൽ തന്നെ ഭാരതം ഇസ്ലാമിക രാജ്യമാക്കാനാണെന്നും പറയുന്നു. ലോകത്തിലെ ഇസ്ലാമിക സ്റ്റേറ്റുകളിൽ എവിടെയെങ്കിലും മതേതരത്വം ഉണ്ടോ? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക് അവകാശമുണ്ടോ? ഭാരതത്തിനൊപ്പം സ്വാതന്ത്ര്യം നേടിയ പാകിസ്ഥാനിൽ ഈ മൂല്യങ്ങളുടെ എല്ലാം സ്ഥിതി ആർക്കാണ് അറിയാത്തത്? മതവാദത്തിലൂന്നിയ രാജ്യത്തെ സാമ്പത്തിക നിലയും ആർക്കാണ് അറിയാത്തത്? അവിടെ തേയില ഇറക്കുമതി ചെയ്യാൻ പണമില്ലാത്തത് കൊണ്ട് ഒരു നേരം ചായ കുടിച്ചാൽ മതിയെന്നാണ് സർക്കാർ ഉപദേശം. കേന്ദ്ര സർക്കാർ നിരോധിച്ച മുസ്ലിം സംഘടനകളിൽ ഒന്ന് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനാണ്. അതായത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സംഘടന എന്ന് തോന്നിപ്പിക്കുന്ന ഒന്ന്. വാസ്തവത്തിൽ ഏതെങ്കിലും മനുഷ്യാവകാശങ്ങളിൽ ഇവർ വിശ്വസിക്കുന്നുണ്ടോ? നിർബന്ധിച്ച് മതം മാറ്റുന്നത് തന്നെ അതിന് നിരക്കാത്ത പ്രവൃത്തിയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുന്നവർ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പ്രസംഗിച്ച പാലാ മെത്രാൻമാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയില്ലേ? ഒരു ധ്യാനത്തിനിടെ ടിപ്പുവിന്റെ പടയോട്ടത്തെക്കുറിച്ച് പറഞ്ഞ ജോസഫ് പുത്തമ്പര അച്ഛനെതിരെ വധഭീഷണി മുഴക്കിയില്ലേ? ഇതാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം. തീതുപ്പുന്ന വർഗീയ വിദ്വേഷം വളർത്തുന്ന പ്രസംഗങ്ങളല്ലേ ഇവരുടെ പല ഉസ്താദുക്കളും നടത്തുന്നത്. 2021 ക്രിസ്മസ് കാലത്ത് അവരുടെ ഒരു ഉസ്താദ് യേശുവിനെ കുറിച്ച് നടത്തിയ പ്രസംഗം എത്ര നിന്ദ്യമായിരുന്നു. ഭാരതത്തെ ഇസ്ലാമാക്കുവാൻ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് എല്ലാത്തര തന്ത്രങ്ങളും ഉപയോഗിച്ചു തുടങ്ങി. 80% ഹിന്ദുക്കളാണെങ്കിലും ഭാരതം ഭരിക്കുന്ന പാർട്ടിക്ക് 30% ജനങ്ങളുടെ പിന്തുണയാണ് ഉള്ളതെന്നും മുസ്ലിം ജനത ഇപ്പോഴത്തെ 20-ൽ നിന്നും 10% കൂടെ കൂടുകയും ഒന്നിച്ച് നിൽക്കുകയും ചെയ്താൽ ഭാരതത്തിന്റെ ഭരണം പിടിക്കാമെന്നും ശരീഅത്ത് കൊണ്ടുവരാമെന്നും കരുതുന്ന ഒരു കണക്കുണ്ട്. കായികമായി ചെറുത്തു നിൽക്കാൻ നോക്കാത്ത 2% വരുന്ന ക്രൈസ്തവരെ ഒന്നാകെ മുസ്ലിമാക്കുന്നത് ഈ ദൗത്യത്തെ കൂടുതൽ അനായാസകരമാക്കുമെന്ന് ഇവർ കരുതുന്നു. അതുകൊണ്ടാണ് മുസ്ലിം തീവ്രവാദികൾ ക്രൈസ്തവരെ ലവ് ജിഹാദിലൂടെയും നാർക്കോട്ടിക് ജിഹാദിലൂടെയും എല്ലാം നിഗ്രഹിക്കുവാൻ ശ്രമിക്കുന്നതെന്ന് വാദമുണ്ട്.
സഭയിലെ ഐക്യം ഇല്ലാതാക്കുവാൻ എല്ലാ ഒത്താശയും ചെയ്യും. കൊച്ചി വഞ്ചി സ്ക്വയറിൽ സഭാവിരുദ്ധരുടെ സമരങ്ങൾക്ക് പിന്തുണ കൊടുത്തത് അതുകൊണ്ടാണ്. അവർ തീരെ ന്യൂനപക്ഷമായതുകൊണ്ടും ചെറുത്ത് നിൽക്കാത്തവരായതുകൊണ്ടും നിഗ്രഹിക്കുവാൻ എളുപ്പമാണെന്നും കരുതുന്നു. അങ്ങനെ RSSകാരുടെ വംശഹത്യ ശ്രമത്തെക്കുറിച്ച് പറയുന്നവർ അത് ക്രൈസ്തവരിൽ നടത്താൻ ശ്രമിക്കുന്നു. ലോകത്താകമാനം കുടിയേറ്റത്തിലൂടെ ഇസ്ലാം നടത്തുന്ന അധിനിവേശ ശ്രമങ്ങൾ ഭാരതത്തിലും നടപ്പാക്കുന്നു. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മ്യാൻമറിൽ നിന്നുമെല്ലാം വരുന്ന കുടിയേറ്റക്കാർക്ക് ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കിയതോടെ കുടിയേറ്റക്കാരിൽ മുസ്ലിമുകൾ ഒഴികെയുള്ളവർക്ക് ഭാരതത്തിൽ പൗരത്വം കൊടുക്കൂ എന്ന നിയമം പാസാക്കി. അതോടെ പോപ്പുലർ ഫ്രണ്ട് സമരത്തിലായി. സർക്കാർ നിബന്ധനയുടെ പൊരുൾ മനസ്സിലാകാത്ത മതേതരക്കാരും സമരത്തിലായി. വാസ്തവത്തിൽ അവരെയും കെണിയിലാക്കുകയായിരുന്നു. ലവ് ജിഹാദ് മുതൽ നാർക്കോട്ടിക് ജിഹാദ് വരെയുള്ള അധിനിവേശ നീക്കങ്ങൾ. ഇങ്ങനെ കെണിയിലായവർ സിറിയയിൽ നിന്നും മറ്റുമാണ് പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത്. വിമൻസ് ഫ്രണ്ടിലൂടെ പരിശീലനം നേടിയ യുവതികളാണ് അന്യ സമുദായത്തിലെ യുവതികളെ പ്രണയക്കെണിയിലും മയക്കുമരുന്ന് കെണിയിലും എല്ലാം പെടുത്തിയത്. കോഴിക്കോട്ടെ സത്യസരണിയിലെത്തിച്ച മതം മാറ്റിക്കുന്നത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ പോപ്പുലർ ഫ്രണ്ട് നുഴഞ്ഞുകയറ്റം പ്രകടമാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെക്കുറിച്ച് രാത്രി പോപ്പുലർ ഫ്രണ്ടുകാരനും പകൽ CPM-കാരനും എന്ന് മുൻ മന്ത്രി G. സുധാകരൻ പറഞ്ഞതായി പാർട്ടി ഫോറത്തിൽ പരാതി ഉയർന്നു. തങ്ങൾ സ്വപ്നം കാണുന്ന രാജ്യത്ത് ഒരു കാരണവശാലും അനുവദനീയമല്ലാത്തതും എന്നാൽ ജനാധിപത്യ രാജ്യങ്ങളിൽ ഉള്ളതുമായ സംവിധാനങ്ങളെ ശരിക്കും പ്രയോജനപ്പെടുത്തുവാൻ അവർ തന്ത്രപൂർവമായ നീക്കം നടത്തി. പാർട്ടി ഫോറത്തിലെ പരാതി അത്തരത്തിൽ ഉള്ളതാണല്ലോ. സുധാകരൻ രജിസ്ട്രേഷൻ മന്ത്രി ആയിരിക്കെയാണ് ലവ് ജിഹാദികളുടെ സൗകര്യത്തിനായി വിവാഹ രജിസ്ട്രേഷൻ നിയമ നിബന്ധനകളിൽ വെള്ളം ചേർത്തത്. വിവാഹ പരസ്യം കൊടുക്കുമ്പോൾ വധൂവരന്മാരുടെ ഫോട്ടോ കൊടുക്കണമെന്ന നിബന്ധന അദ്ദേഹം കേരളത്തിൽ വേണ്ടെന്ന് വെച്ചു. പക്ഷെ പിൻകാലത്ത് സുപ്രീം കോടതി ആ വ്യവസ്ഥ പുനഃസ്ഥാപിച്ചു. ഇത്രയുമൊക്കെ ചെയ്തു കൊടുത്തിട്ടും സുധാകരനെ കൃത്യസമയത്ത് ഒന്നുമല്ലാതാക്കി. അതാണ് ജിഹാദികളുടെ തന്ത്രം. ഒരിക്കൽ അവരുടെ വലം കൈയായിരുന്ന പൂഞ്ഞാറിലെ PC ജോർജിനും കിട്ടി നല്ല തിരിച്ചടി. ജോർജിന്റെ നിശബ്ദമായ പിന്തുണ ഉണ്ടായിരുന്നതുകൊണ്ട് കൂടിയാണ് ആരും അറിയാതെ വാഗമൺ ക്യാമ്പ് നടത്താനായതും മറ്റും എന്നാണ് വാസ്തവം. ജോർജിന്റെ പിന്തുണയിൽ അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത ലവ് ജിഹാദികൾ വന്നപ്പോൾ ജോർജ് തനിനിറം മനസ്സിലാക്കി. തീവ്രവാദികളെ വളരുവാൻ സഹായിക്കുന്ന എല്ലാ നേതാക്കന്മാരോടും അവർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. കാരണം അവർ ലക്ഷ്യം വെക്കുന്ന സമൂഹത്തിൽ ഇത്തരം നേതാക്കൾക്ക് ഒരു പ്രസക്തിയുമില്ല. കേരളത്തിലെ പോലീസ് സേനയിലും മറ്റുമുള്ള തീവ്രവാദികളുടെ സാന്നിധ്യത്തിന് ഒരു പിടി തെളിവുകളായി. തീവ്രവാദികൾക്കായി വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നതിനും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും എത്രയോ പോലീസ് ഉദ്യോഗസ്ഥരാണ് പുറത്താക്കേണ്ടി വരുന്നത്. അതിപ്രഗത്ഭരായ അഭിഭാഷകരെ നിയോഗിച്ച് ഇങ്ങനെ പുറത്താക്കപ്പെട്ട പലരും സർവീസിൽ തിരിച്ചു കയറുകയും ചെയ്തു. പോലീസ് ആസ്ഥാനത്ത് നിന്നും രഹസ്യങ്ങൾ ചോർത്തിയതിന് പുറത്താക്കപ്പെട്ടവർ പോലും കോടതി വഴി തിരിച്ചു കയറി. മാധ്യമ പ്രവർത്തകരെയും സാംസ്കാരിക നായകരെയും പ്രീണിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പരസ്യദാതാക്കളെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിച്ചും എല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിന് നിരവധി കഥകളുണ്ട്. സാമൂഹ്യനീതി, തുല്യ അവസരം, ഇരവാദം, ഭൂരിപക്ഷ വർഗീയത തുടങ്ങി എന്തെല്ലാം ആകർഷണങ്ങളാണ് അവർ മുൻപോട്ട് വയ്ക്കുന്നത്. തങ്ങൾക്കെതിരെ പറയുന്ന മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, ആക്രമിക്കുവാനും മുതിർന്ന സംഭവങ്ങളുണ്ട്. ഹർത്താൽ ദിനത്തിലും ഉണ്ടായല്ലോ അത്തരം സംഭവങ്ങൾ. തീവ്രവാദികൾക്കായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ മകൻ തന്നെ തൻ്റെ അപ്പന് കിട്ടുന്ന വില കൂടിയ ഈന്തപ്പഴങ്ങളുടെയും വിദേശയാത്രാ ടിക്കറ്റുകളെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. കുപ്രസിദ്ധമായ ഹത്രാസ് കേസിൽ പ്രതിയായ സിദ്ദിഖ് കാപ്പനു വേണ്ടി കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയനെ രംഗത്തിറക്കാൻ അവർക്കായി. കാപ്പൻ റിപ്പോർട്ട് ചെയ്യാൻ പോയി എന്ന് അവകാശപ്പെട്ട പത്രത്തിന്റെ ഉടമസ്ഥർ തങ്ങൾ പറഞ്ഞിട്ടല്ല കാപ്പൻ പോയതെന്ന് കോടതിയിൽ മൊഴി കൊടുത്തു. എന്നിട്ടും സംഘടന കാപ്പന് വേണ്ടി കോടതിയിൽ പരാതിയുമായി എത്തി.
തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് കരുതപ്പെടുന്ന മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകർ അത്തരം കേസുകളിൽ പ്രതിയാക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി വാദിക്കുവാൻ പത്രപ്രവർത്തകരുടെ സംഘടനയെ രംഗത്തിറക്കിച്ചു. 2047 ഭാരതം ഇസ്ലാം രാഷ്ട്രമാക്കണമെന്ന് വിഭാവനം ചെയ്തുകൊണ്ട് അവർ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ അവരുടെ പ്രസ്താവനയിൽ ജുഡീഷ്യറിയിൽ വരെ നുഴഞ്ഞു കയറുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എതിരാളികൾക്കെതിരെ ഒരു സംഭവത്തിന് പല കോടതികളിൽ കേസ് കൊടുത്തു. കോടതി വഴി എതിരാളികളെ ബുദ്ധിമുട്ടിക്കുന്നു. ചാനൽ ചർച്ചകൾക്കിടയിൽ പ്രവാചക നിന്ദ നടത്തിയെന്ന് പറയുന്ന നൂപുർ ശർമ്മയ്ക്കെതിരെ മാത്രമല്ല, കേരളത്തിലെ കല്ലറങ്ങാട്ട് പിതാവിനെതിരെയും എത്ര കോടതികളിലാണ് കേസ് കൊടുത്തത്. വിദേശത്ത് നിന്നും പല പേരിൽ കൊണ്ടുവരുന്ന പണം ഉപയോഗിച്ച് ഏറ്റവും മികച്ച അഭിഭാഷകരെ നിയോഗിക്കുന്നത് മാത്രമല്ല ഈ നുഴഞ്ഞുകയറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തം. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ മുസ്ലിം തീവ്രവാദികൾക്ക് കൊടുക്കപ്പെട്ട ആയുധ പരിശീലനങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളും കേന്ദ്ര ഏജൻസി പുറത്തുവിടുന്നു. 2013 ഏപ്രിലിൽ കണ്ണൂരിലെ നാറാത്തിൽ നടന്ന ഒരു പരിശീലനം, ഈരാറ്റുപേട്ട ക്യാമ്പടക്കം എത്രയോ സംഭവങ്ങളുടെ കഥകളാണ് പുറത്തു വരുന്നത്. തീവ്രവാദത്തിനും കലാപങ്ങൾക്കും വേണ്ടിയാണ് ഈ കുട്ടികളെ ഉപയോഗിക്കുന്നത്. ഹത്രാസിൽ കാപ്പനോടൊപ്പം പിടിയിലായ പ്രതി പെട്രോൾ ബോംബ് നിർമ്മിക്കുന്നതിന് പല സംസ്ഥാനങ്ങളിൽ പരിശീലനം കൊടുത്തതായി സമ്മതിച്ചു. കേരളത്തിൽ നടന്ന പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടതും പെട്രോൾ ബോംബുകളായിരുന്നു. ഹർത്താൽ സമരത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ പേർ അറസ്റ്റിലായതും ഈരാറ്റുപേട്ടയിലാണ്. മുസ്ലിം സമൂഹത്തിൽ തീവ്രവാദികളും എന്തിനും മടിക്കാത്ത കേഡറുകളും വളരുന്നത് എന്തുകൊണ്ടാണ് എന്ന് പഠിക്കണം. ദീൻ അപകടത്തിലാണ് എന്ന ഭയം പ്രധാന ഘടകമാണ്. അതുകൊണ്ട് മതപരമായ കാര്യങ്ങളിൽ കൂടുതൽ കാർക്കശ്യത്തോടെ അനുഷ്ഠാനങ്ങൾ ഏർപ്പെടുത്തുന്നു. ലബനോനിലെ മതനിരപേക്ഷത തകർത്ത ഹിസ്ബുള്ളയെയും പാലസ്തീനിലെ ഹമാസും എല്ലാമാകുന്നു ഇവരുടെ മാതൃക. അവരുടെ അച്ചടക്കവും വസ്ത്രരീതികളും വരെ നടപ്പിലാക്കപ്പെടുന്നു. 2-3 വർഷം കൊണ്ട് ഹിജാബും മറ്റും കൈവരിച്ച വ്യാപനം ശ്രദ്ധിക്കണം. അവിടുത്തെ ചെറുത്തുനിൽപ്പ് മാതൃകയാക്കപ്പെടുന്നു. ലോക മുസ്ലിം രാജ്യങ്ങളുടെ സാമ്പത്തിക പിന്തുണയും ഇത്തരം നീക്കങ്ങൾക്ക് ലഭ്യമാക്കപ്പെടുന്നു. തീവ്രവാദികൾക്ക് ഫലത്തിൽ എല്ലാവരും ശത്രുക്കളാണ്. ജനസംഖ്യയുടെ 80% ഹൈന്ദവരായ ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതത്വക്കുറവ് അനുഭവപ്പെടുന്നു എന്ന സത്യമുണ്ട്. ലോകത്ത് ഏറ്റവും വലിയ വിശ്വാസ പീഡനം ക്രൈസ്തവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം. തിരിച്ചടിക്കാനാകാതെ സഹിക്കുന്നവരാണ് ക്രൈസ്തവർ. അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിമുകളും കടന്നാക്രമിക്കുന്നു. ഒറീസയിലെ ഹിന്ദു ഭീകരർ ചുട്ടുകൊന്ന ഗ്രഹം സ്റ്റെയിൻസും കൊണ്ടാമാലിലെ പീഡിപ്പിക്കപ്പെട്ട ക്രൈസ്തവരും വാളെടുക്കുവാൻ മടിയില്ലാത്ത മുസ്ലിം തീവ്രവാദികൾക്ക് പ്രേരണയായി എന്ന് കരുതണം. ഹിന്ദു തീവ്രവാദികൾ തങ്ങൾക്കെതിരെ വരുന്ന ദിനം അകലെയല്ലെന്ന് കരുതി അവർ കോപ്പ് കൂട്ടുന്നു. അതിന് വിശ്വാസപരമായ പിന്തുണയും അവർക്ക് കിട്ടുന്നു. ഏതെങ്കിലും ഒരു മതസമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ആ സമൂഹത്തിൽ മാത്രമല്ല പൊതുസമൂഹത്തിലും തീവ്രവാദം വളർത്തും. കേരളത്തിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന മുസ്ലിം അതിക്രമങ്ങൾ, ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും എല്ലാം ഹിന്ദു തീവ്രവാദത്തെയും വളർത്തും. കേരളത്തിലെ ഇടതും വലതും മുന്നണികൾ അധികാരം കിട്ടുവാൻ വേണ്ടി കൊടുക്കുന്ന സംരക്ഷണം തീവ്രവാദികൾ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നു. എല്ലാത്തരം തീവ്രവാദങ്ങളുടെയും പരിശീലന കേന്ദ്രമായി കേരളം മാറുന്നു. വർഗീയ പ്രവർത്തനത്തെക്കുറിച്ച് പരാതി പറയുവാൻ പോലും ആവാത്ത മതേതരത്വമാണ് കേരളത്തിൽ. പോലീസിൽ പോലും തീവ്രവാദികളും ഒറ്റുകാരുമുണ്ട്. പരസ്യമായി ഒറ്റുന്നവർ. ആരും മിണ്ടില്ല. മദനിയുടെ പാർട്ടിക്ക് സീറ്റ് കൊടുക്കുവാൻ മുന്നണിയിൽ കലാപമുണ്ടാക്കിയവനാണ് പിണറായി വിജയൻ. ഇത്തരമൊരു പ്രീണനത്തിന്റെ ഫലമായിരുന്നു 1982 ചാല കലാപം. 1982 ഡിസംബർ 28 ആലപ്പുഴയിലെ മിലാഡി ഷെരീഫ് ആഘോഷങ്ങളുടെ നേർക്ക് പോലീസിന് വെടിവെക്കേണ്ടി വന്നു. 30 കേരളത്തിൽ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ ഹർത്താൽ നടന്നു. CH ആണ് ഉപമുഖ്യമന്ത്രി. പോലീസിനോട് മാറി നിൽക്കുവാൻ മുഖ്യമന്ത്രി കരുണാകരൻ നിർദ്ദേശിച്ചു. പോലീസ് മാറി നിന്നു.
മുസ്ലിം തീവ്രവാദികൾ അഴിഞ്ഞാടി, ഹിന്ദുക്കൾ തിരിച്ചടിച്ചു, തലസ്ഥാനത്ത് കലാപമായി, പട്ടാളമിറങ്ങി. കലാപം അടിച്ചമർത്തപ്പെട്ടുവെങ്കിലും വർഗീയത വല്ലാതെ വളർന്നു. നിലയ്ക്കൽ സംഭവത്തോടെ ആരംഭിച്ച ഹിന്ദു മുന്നണിയുടെ പിറവി അവിടെയാണ്. അതിൽ നിന്നാണ് BJPയുടെ കേരളത്തിലെ തുടക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് 1 ലക്ഷം കടന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ ശക്തിയായി. അപകടം മണത്തത് EMSഉം VSഉം മാത്രം. അതുകൊണ്ടാണ് കേരളത്തിൽ അധികാരം പിടിക്കുന്നതിന് ലീഗിനെ കൂട്ടി മുന്നണി എന്ന MV രാഘവന്റെ ബദൽ രേഖ തള്ളപ്പെട്ടത്. രാഘവനും പാർട്ടി വിടേണ്ടി വന്നു. അന്ന് VSനൊപ്പം നിന്ന പിണറായി പക്ഷെ ഇന്ന് മാറി. ജിഹാദി പുസ്തകം നിരോധിക്കണമെന്ന് മുൻ DGPമാർ പറഞ്ഞിട്ടും കൂട്ടാക്കുന്നില്ല. മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയായി മുസ്ലിം ലീഗിനേക്കാൾ സാമുദായിക സംഘടനകളെ പിണറായി വിജയൻ അംഗീകരിക്കുന്നു. വഖഫ് ബോർഡ് നിയമനം സംബന്ധിച്ചും ലീഗിനെ തഴഞ്ഞ് പിണറായി സമസ്ത പറഞ്ഞത് ചെയ്തു. സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സുമായി ശിവൻകുട്ടി വന്നപ്പോഴും സമസ്ത പറഞ്ഞതായി അവസാന വാക്ക്. ശബരിമല കാലത്ത് സ്ത്രീകളുടെ നവോത്ഥാനത്തിനായി മതിൽ കെട്ടിയ പിണറായി വേദിയിൽ കയറിയ സമ്മാനം മേടിച്ച പെൺകുട്ടിയെ പരസ്യമായി ശാസിച്ച സമസ്ത നേതാവ് പറയുന്നത് കേട്ടില്ല, കേട്ടാലും മിണ്ടില്ല. ശിവൻകുട്ടി കൊണ്ടുവരുന്ന പുതിയ ടൈം ടേബിൾ പോലും മതപഠനത്തിനനുസരിച്ച് ക്രമീകരിക്കും. നല്ല കാര്യം, നവരാത്രിക്ക് അവധിയും നൽകും. പക്ഷേ ക്രൈസ്തവരുടെ സാബത്ത് ദിനമായ ഞായറാഴ്ച എന്തും ചെയ്യും. പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം വന്നതോടെ മുസ്ലിം പ്രീണനം നടത്തുന്ന പാർട്ടികൾ തനി നിറം ഒരിക്കൽ കൂടി വ്യക്തമാക്കി. മുസ്ലിം രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിനെ അപ്രസക്തമാക്കുന്നവരാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് മനസ്സിലാക്കുന്നവർ ലീഗിൽ ഉണ്ടെന്നും തെളിഞ്ഞു. അവർക്ക് പിടിച്ചു നിൽക്കുവാൻ പക്ഷേ ഇത്രയും അധ്വാനം മതിയാവില്ല. ഒറ്റ ഹർത്താലിലൂടെ എത്ര ഭീകരരാണ് പോപ്പുലർ ഫ്രണ്ടുകാർ എന്നും തെളിഞ്ഞു. ഹിന്ദുക്കൾക്ക് ഭാരതത്തിൽ ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും BJP മാത്രമാണ് മാർഗമെന്ന് എല്ലാവരും അടിവരയിട്ടു. ഉടനെ നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലടക്കം അവർ ഇതിന്റെ ഫലം കൊയ്യാനിടയുണ്ട്. 2024 BJPക്ക് തങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ ഹിന്ദു വോട്ടർമാരോട് പറയാൻ നല്ല ന്യായമായി. ഒരുപക്ഷെ അതിലൂടെ വടക്കേ ഇന്ത്യ തൂത്തുവാരാനും അവർക്കായേക്കും. കേരളത്തിൽ പോലും ചലനമുണ്ടാക്കാനും സാധിക്കും. ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് കൊണ്ട് തങ്ങൾക്കല്ല മുസ്ലിം തീവ്രവാദികൾക്കാണ് പ്രയോജനം എന്നുകൂടി മനസ്സിലാക്കുവാനായാലും നല്ലത്. തീവ്രവാദത്തിന് ജയിലിലായവർ സാധാരണഗതിയിൽ തിരിച്ചു വരും. കൂടുതൽ ശക്തിയോടെ തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകാനും നോക്കും. അത് തടയാനുള്ള ആത്മാർത്ഥമായ നീക്കങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഒരു മത തീവ്രവാദവും പ്രോത്സാഹിക്കപ്പെടരുത്. ഒരു സമൂഹത്തിനും അത്തരം സംശയമുണ്ടാകാതെ നോക്കുകയും വേണം. നിരോധനത്തെ കുറ്റപ്പെടുത്തിയവർ പൊതുസമൂഹത്തിൽ ഏറെ പേർ ഇല്ലായിരുന്നു എന്നത് തീവ്രവാദികൾ ശ്രദ്ധിക്കണം. പൊതുവെ എല്ലാവരും നിരോധനത്തെ സ്വാഗതം ചെയ്യുകയായിരുന്നു. സ്വാഗതം ചെയ്തുകൊണ്ടുള്ള MK മുനീറിന്റെ വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. മുസ്ലിം ഉണരണം, അവരുടെ യുവാക്കളെ ഈ കെണിയിൽ നിന്നും രക്ഷിക്കണം. അല്ലെങ്കിൽ എല്ലാ സമുദായത്തിനും ദുരന്തമാവും ഉണ്ടാവുക. ഷിലോന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.